SMT ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സന്തോഷ്, ഞാൻ ആർട്ട് അധ്യാപകനാണ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ചെറിയ 5-6 വയസ്സുള്ള കുട്ടികളിൽ എങ്ങനെ ബുദ്ധി വികാസങ്ങൾ, അവരുടെ പഠനത്തിനോടുള്ള താല്പര്യങ്ങൾ, ക്ഷമാശീലങ്ങൾ ഒരു ക്രാഫ്റ്റ് ക്ലാസ്സിലൂടെ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ള ഒരു പഠനമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കുട്ടികൾക്ക് താല്പര്യപ്പെടുന്ന കളർ നമുക്ക് ചോയ്സ് ചെയ്യാവുന്നതാണ്. ഇത് പിങ്ക് കളറാണ്, അതേപോലെ ഇത് ഓറഞ്ച് ഷെയ്ഡാണ്, അത് സഫ്രോൺ കളർ എന്ന് പറയും. അപ്പോൾ അവർ കൂടുതൽ ആകർഷണീയമായ കളർ ഇതിന് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് അനുയോജ്യമായ പ്രതലം കൊടുക്കുന്നതാണ്. ഡാർക്ക് ഇതേപോലെയുള്ള ഡാർക്ക് പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് പേപ്പർ അതിന് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ വൈറ്റ് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ പിങ്ക് കളറോ അല്ലെങ്കിൽ നമുക്ക് ഈ സഫ്രോൺ കളറോ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വർക്കിലേക്ക് പോകാം. ഇപ്പോൾ നമുക്ക് ആദ്യം ഒരു ഒബ്ജക്റ്റ് ഉപയോഗിക്കുക. ഒബ്ജക്റ്റ് ഉപയോഗിച്ച ശേഷം നമുക്ക് ഒരു ചെറിയ സർക്കിൾ ഷേപ്പ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഓക്കെ, നമ്മുടെ കുട്ടികളിൽ ഈ കട്ടിങ് മാത്രം നമുക്ക് പേരൻസിന് ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. മറ്റുള്ള എല്ലാ അതിൻ്റെ സ്റ്റം ചെയ്യുന്നത്, സ്റ്റിക്ക് ചെയ്യുന്ന വർക്കുകളെല്ലാം ആ കുട്ടികളെ കൊണ്ട് തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അതിലൂടെയാണ് അവർക്ക് മെമ്മറി പവർ, അതേപോലെ ക്ഷമാശീലം ഈ ഒരു ഷേപ്പിലൂടെ അവർക്ക് ചെയ്തെടുക്കുമ്പോഴാണ് ആ ബുദ്ധിവികാസങ്ങളൊക്കെ അവരിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടത് ആവശ്യമില്ല. കട്ടിങ് മാത്രം നമ്മൾ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, നല്ല ഒരു സർക്കിൾ ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ സർക്കിൾ ഷേപ്പ് നമ്മൾ ഗം എടുക്കുന്നു. ഓക്കെ, ഇനി ഫുള്ളായി നമ്മൾ ഗം അപ്ലൈ ചെയ്യേണ്ടതില്ല. അപ്പോൾ ഇതിൻ്റെ ഏകദേശം സെൻറ്റർ ഭാഗം കൊടുക്കുന്നു. ബാക്കി നമുക്ക് ഇനി വേണ്ടത് ഇതിൻ്റെ ഈ മെഷർമെൻ്റ് ആണ് നമ്മൾ ഇനി എടുക്കേണ്ടത്. ഇപ്പോൾ ഏകദേശം ഇത് 3 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ മെഷർമെൻറ്റ്. ഈ മെഷർമെൻറ്റിൽ ആണ് നമ്മളിതിൻ്റെ ചുറ്റുമുള്ള ലീഫുകൾ നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ലീഫ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം ഒരേ മെഷർമെൻറ്റിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ ഞാൻ ആ ലീഫ് തന്നെ 3 സെൻറ്റിമീറ്ററിൽ ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരേ മെഷർമെൻറ്റിൽ ഈ ലീഫ് കിട്ടാൻ ചെയ്യേണ്ടത് ഒരു ഹാഫ് സെൻറ്റിമീറ്റർ ഏകദേശം ഒരു ഹാഫ് സെൻറ്റിമീറ്ററിൻ്റെ ഇതിൽ നമ്മളിത് മടക്കുകയാണ് ഓരോ ഇതും. ഓക്കെ, നമുക്ക് ഇതേപോലെ ഒരു ഹാഫ് സെൻറ്റിമീറ്റർ ആണ് ഇതിൽ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ഏകദേശം മെഷർമെൻറ്റ്. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ലീഫുകളെല്ലാം ഒരേ ഷേപ്പിൽ തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കട്ടിങ് നമുക്കവിടെ ഹെൽപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ബാക്കി നമ്മുടെ കുട്ടികളെ കൊണ്ട് സ്വന്തമായി തന്നെ ആദ്യത്തെ വർക്കുകളൊക്കെ ഒരു പക്ഷേ ഷേപ്പുകൾ ക്രമീകരണമായി വന്നില്ലെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ടതില്ല. അവർ വീണ്ടും വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് അതിലൂടെ നല്ല വ്യതിയാനങ്ങൾ, മാറ്റങ്ങൾ വരുത്താൻ തന്നെ കഴിയും. ആ ഷേപ്പിലേക്ക് ചെയ്തെടുക്കാൻ അവർ ശ്രമിക്കും. വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പെൻ വെച്ച് ഒരു ഷേപ്പ് നമുക്ക് വരയ്ക്കാം. വരച്ചതിന് ശേഷം കട്ട് ചെയ്യാവുന്നതാണ്. ആ ഒരു ലീഫിൻ്റെ ഷേപ്പാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് ആ ലൈനിലൂടെ തന്നെ കട്ട് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ലീഫുകളും ഒരേ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഒരേ ലീഫുകൾ എടുക്കുന്നു, ഗം അപ്ലൈ ചെയ്യുന്നു. ശ്രദ്ധാപൂർവം ഒന്നൊന്നിനോട് ചേർന്നിരിക്കത്തക്ക രൂപത്തിൽ അവർ തന്നെ അതിൻ്റെ ഷേപ്പിലേക്ക് അതിനെ കൊണ്ടുവരും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫ്ലവർ ഏകദേശം പൂർത്തീകരിക്കുകയാണ്. അതേപോലെ നമുക്കിനി അതിൻ്റെ സ്റ്റമ്മിൻ്റെ ആവശ്യമുണ്ട്. സ്റ്റമ്മിന് നമ്മൾ ഗ്രീൻ കളറാണ് സെലക്ഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഗ്രീൻ കളർ നമ്മൾ കട്ട് ചെയ്യുന്നു.
അതിനുശേഷം നമ്മളൽപ്പം ഗം അപ്ലൈ ചെയ്യുന്നു. നമ്മുടെ ഒരു ലീഫിൻ്റെ ഏതെങ്കിലും ലീഫിൻ്റെ അതിനുശേഷം നമുക്ക് 2 ലീഫിൻ്റെ ആവശ്യമുണ്ട്. ലീഫും അതേപോലെ തന്നെ ഒരേ ഷേപ്പിലൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതും അതേപോലെ 1/2 സെൻറ്റിമീറ്റർ വരെ മടക്കുക. ഓക്കെ, അപ്പോൾ ഇതിലൂടെ നമുക്ക് അവർക്കുള്ള മെയിനായിട്ട് അവരുടെ മെമ്മറി ഡെവലപ്മെൻറ്റ്, അതായത് പുതിയ വികാസങ്ങൾ ക്രമപ്പെടുത്താനായിട്ട് സാധിക്കും. രണ്ടാമതായി ഇതിനെ ഓരോ ലീഫിനോടൊന്ന് ചേർത്ത് ശ്രദ്ധയോടെ ചെയ്തെടുക്കുമ്പോൾ അവരുടെ ക്ഷമശീലങ്ങളൊക്കെ അതിലൂടെ എടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇതിൻ്റെ വിശാലകരമായ പഠനത്തിലേക്ക് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ കണ്ടുമുട്ടും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.